ഹലോ ഗായ്സ്, നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ചെറായിലുള്ള സീ ലഗൂൺ റിസോർട്ടിലാണ് കേട്ടോ. ഞങ്ങളൊരു കൂട്ടം ഫ്രണ്ട്സായിട്ട് ഒരു ട്രിപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റേക്കേഷൻ നടത്തണം എന്ന് പ്ലാൻ ചെയ്ത് ഒരുപാട് ദിവസങ്ങളായി. അവസാനം അങ്ങനെ നമ്മൾ ഈ സീ ലഗൂണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 11 മണിക്കായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ചെക്കിങ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ യാത്ര പുറപ്പെട്ടിരുന്നതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നതിന് മുന്നേ കോട്ടയും നമ്മുടെ പോർച്ചുഗീസ് പാർക്കിലും എല്ലാം കയറിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ എത്തിക്കഴിഞ്ഞ് ഞാൻ ആദ്യം തന്നെ ഇവിടെ നിന്ന് ചുറ്റിക്കറങ്ങാം എന്ന് കരുതി. അങ്ങനെ ബാക്കിയുള്ള എല്ലാവരും റിസപ്ഷൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഞാനും ചേച്ചിയും കൂടി അകത്തേക്ക് കടന്നു. അങ്ങനെ ഈ പൂള്, ഗാർഡൻ, പിന്നെ കായൽ നല്ലവണ്ണം ആസ്വദിക്കാനായിട്ട് അവർ ഒരുക്കിയിരിക്കുന്ന ഈ ഡെക്ക് ഇവിടെയെല്ലാം നമ്മളൊന്ന് ചെന്ന് കണ്ടു. അവർ ഓരോ സെക്ഷനിലും ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തിന് അവർ ഫിഷർമാൻ റാത്ത് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് സെറ്റപ്പാണ്, ഓപ്പൺ റെസ്റ്റോറൻറ്റ് പോലെയുള്ളൊരു ഭാഗമാണത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തതിന് ശേഷം ഞാനും ചേച്ചിയും നേരെ പോയത് റിസപ്ഷനിലേക്കാണ്. അപ്പോൾ അവിടെ നമ്മുടെ ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും വന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരവിടെ നിന്നതിന് ശേഷം നമ്മൾ വേഗം റിസപ്ഷനിൽ കയറിയിട്ടു. ഇനി അവിടെ നമ്മൾ പേയ്മെൻറ്റും ബാക്കി കാര്യങ്ങളൊക്കെ ചെന്ന് ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക്സ് അവർ പ്രൊവൈഡ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെല്ലാൻ പോകുന്നത് സാരംഗിയിലാണ്. സാരംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബീച്ച് സൈഡ് പെർഫോമൻസ് ഹാളാണ്. അതിനാണ് അവർ സാരംഗി എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ യാത്രാക്ഷീണമൊക്കെ മാറ്റി കുറച്ച് നേരം അന്താക്ഷരി കളിച്ചു, പിന്നെ കുറച്ച് ഡാൻസുകൾ കളിച്ചു. അതിനുശേഷം നമുക്ക് ലഞ്ച് ടൈമായി. അപ്പോൾ ലഞ്ച് നമുക്ക് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ 1 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഇവിടെയുള്ള സാരംഗിയിലുള്ള പരിപാടികളെല്ലാം നിർത്തി നേരെ നമ്മുടെ റിസോർട്ടിലേക്ക് കയറി. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് അവർ ബുഫേ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൂൾ. അപ്പോൾ നമ്മൾ ബുഫേ പ്ലേസിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല വിഭവസമൃദ്ധമായ ബുഫേ തന്നെ നമുക്ക് സീ ലഗൂൺകാർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് കേട്ടോ, ജസ്റ്റ് ഫുഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ആദ്യം തന്നെ പക്ഷേ ഞാൻ എടുത്തത് ഹോട്ട് ആൻഡ് സോറിൻ്റെ ഒരു സൂപ്പായിരുന്നു. സൂപ്പെല്ലാം കഴിച്ചു, ഫ്രണ്ട്സ് എല്ലാം വന്നു, എല്ലാവരും ഒരുമിച്ചിരുന്ന് ആദ്യം സൂപ്പ് കഴിച്ചു. ഞങ്ങൾ അടുത്തതിന് ശേഷം ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ മെയിൻ കോഴ്സിലേക്ക് പോയത്. ഇതാണ് എൻ്റെ സൂപ്പ്. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞു. ഡെസേർട്ട് സ്ട്രോബെറി ഐസ്ക്രീം ആയിരുന്നു, അത് കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് പൂളിലേക്ക് പോകാം. അങ്ങനെ സ്വിം കോസ്റ്റ്യൂമിലേക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ പൂളിലേക്ക് ഇറങ്ങാണ്. അപ്പോൾ നേരെ പൂളിലേക്ക്. പിന്നെ മണിക്കൂറുകളോളം ഞങ്ങൾ പൂളിൽ തന്നെയായിരുന്നു കേട്ടോ. ഈവനിങ് വരെ പിന്നെ ഞങ്ങൾ പൂളിൽ അങ്ങോട്ട് കളിച്ചു. ഒരു സൈഡ് കടലും ഒരു സൈഡ് കായലും, രണ്ടിലും ഒരുപോലെ പീസ്ഫുൾ ആൻഡ് പ്രൈവറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാനുള്ള ആക്സസ് നമുക്ക് ഈ റിസോർട്ട് തരുന്നുണ്ട്. പൂൾ ആക്സസ് അല്ലാതെ തന്നെ കായലിൽ ഫ്രീ ആയിട്ടും പെയ്ഡ് ആയിട്ടുമുള്ള ബോട്ട് സർവീസസും അവൈലബിൾ ആണ്. ബട്ട് നമ്മൾ ഇത് യൂസ് ചെയ്തതേ ഇല്ല, ബോട്ട് നമ്മൾ യൂസ് ചെയ്തില്ല. നേരത്തെ പറഞ്ഞതുപോലെ മുഴുവൻ ടൈം പൂളിൽ തന്നെയാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തത്. ഇവിടെ റൂം എടുത്ത് താമസിച്ചിരുന്ന ഒരു ഫാമിലി ബോട്ട് യൂസ് ചെയ്തത് ഞങ്ങൾ കണ്ടു. അപ്പോൾ വൈകുന്നേരമായി, ടീ ടൈം ആണ്. ചായ അല്ലെങ്കിൽ കാപ്പി, പിന്നെ ഒരു സ്നാക്ക്, ഇത്രയാണ് റിസോർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ടീ ടൈം കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് നമ്മുടെ സമുദ്ര സെക്ഷനിലേക്ക് പോവാം. അതായത് നമ്മുടെ പ്രൈവറ്റ് ബീച്ച് സൈഡ്. പലപ്പോഴും ബീച്ചിൽ പോകുമ്പോൾ ഒരുപാട് ആളുകളുടെ കൂടെയാണ് നമ്മൾ ബീച്ച് വ്യൂ ഒക്കെ ആസ്വദിക്കാറല്ലേ. ബട്ട് ഇവിടെ ആരുമില്ലാത്ത നമ്മുടെ പീസ്ഫുള്ളായ പ്രൈവറ്റായ നമുക്ക് മാത്രമായിട്ട് ഒരു ബീച്ച് സൈഡ് കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ അവസരം വെറുതെ കളഞ്ഞില്ല. ഒരുപാട് ഫോട്ടോസ്, വീഡിയോസ്, റീൽസൊക്കെ എടുത്ത് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി എല്ലാം ഫുള്ളാക്കി. ഈ റീൽസെല്ലാം നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഷോർട്സിലൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ പോയി കാണണേ. സത്യം പറയാലോ, ഒരു ദിവസം പോയത് അറിഞ്ഞത് തന്നെയില്ല. അത്ര പെട്ടെന്ന് ഒരു ദിവസം മൊത്തമായിട്ട് കഴിഞ്ഞു പോയി. അങ്ങനെ അവസാനം കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തതിന് ശേഷം ഇനി നേരെ ബസ് കയറി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ റിസോർട്ട് ഡേ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.